ഇപ്പോൾ തന്നെ ഇൻഡസ്ട്രിയിൽ വന്നൊരു മാറ്റം. അപ്പോൾ ഞാൻ 2019 ഇൻ്റലിൽ ജോയിൻ ചെയ്യുന്നത്. ആ സമയത്തൊക്കെ നമുക്കൊരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഹാർഡ്വെയർ ആർക്കിടെക്ചർ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റിന് ഒരു 10,000 പേജോ 5,000 പേജൊക്കെ ഉള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവും ആർക്കിടെക്ചർ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ പഠിക്കണം. നമ്മൾ ഏത് ഡൊമൈനിലാണോ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ പേജ് അണ്ടറിലുള്ളത് പഠിക്കണം. എന്നിട്ടാണ് നമ്മൾ ഇതിന് ഒരു ഡിസൈൻ ഐഡിയകൾ ഉണ്ടാക്കുക. ഇപ്പോൾ നമുക്ക് ഇത് നേരെ കോഡിസൈൻ എന്ന് പറഞ്ഞ ChatGPT പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതൊക്കെ നമുക്ക് നേരെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അന്ന് പഠിച്ചിരുന്ന പോലെ ആൾ പഠിക്കും. പിന്നെ നമ്മളോട് എന്തെങ്കിലും ഡൗട്ടോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആൾ ഇങ്ങോട്ട് പറഞ്ഞുതരും. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് ഞാൻ വിത്തിൻ 3-4 ഇയേഴ്സ് എൻ്റെ കരിയറിൽ കണ്ടത് ഞാനൊരു ഷിഫ്റ്റാണ് ഞാൻ പറയുന്നത്. 2019 ഇത് ഉണ്ടായിരുന്നില്ല. നമ്മൾ മാനുവലി ഇരുന്ന് വായിച്ച് കുറേ സമയം എടുത്ത് പഠിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കെന്താ എൻ്റെ ലൈഫ് ഈസിയായി. അപ്പോൾ എനിക്ക് സമയം ബാക്കി വന്നു. ദാറ്റ് ഐ ക്യാൻ യൂസ് ഫോർ അതർ ഇന്നോവേറ്റീവ് തിങ്സ്. കുറച്ചും കൂടെ ഇന്നോവേറ്റീവായ സാധനങ്ങൾ ഉണ്ടാക്കാൻ നോക്കി. ഇതാണ് കമ്പനീസ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ എൻട്രി ലെവലിലുള്ള ഒരാൾ ഇതെല്ലാം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് പ്രോഗ്രാം നേരെ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അയാൾക്ക് ജോബിൽ പ്രശ്നം. അതുപോലെ തന്നെ കോഡിങ്, എൻട്രി ലെവൽ കോഡിങ് ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇപ്പോൾ കോപ്പൈലറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോപ്പൈലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കോഡും ആൾ തിന്നുകൊള്ളും. പിന്നെ നമ്മുടെ ഡിസൈൻ അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഇപ്പം തന്നെ വന്നിരിക്കുന്ന മാറ്റം. ഹെൽത്ത് കെയറിലാണെങ്കിൽ ഡോക്ടേഴ്സ് 4-5 സർജനൊക്കെ ഇരുന്നിട്ട് ഒരു സർജറി ചെയ്യാണ്. അത് ഒരൊറ്റ മെയിൻ ഡോക്ടർ മാനേജ് ചെയ്തിട്ട് ബാക്കിയെല്ലാം റോബോട്ട്സ് ചെയ്യുന്ന രൂപത്തിലാണ് ഇനി വരാൻ പോകുന്നത്. ഓൾറെഡി വന്നിട്ടുണ്ട്, ഇനി വരാൻ പോകുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ മെഡിക്കൽ റിസൾട്ട്സ് ഇതെല്ലാം മെഷീൻസ് റീഡ് ചെയ്തിട്ട് അവരെ ഡാറ്റ അനലിറ്റിക്കൽ കഴിവ് വെച്ചിട്ട് അവരിതിൻ്റെ ഔട്ട്പുട്ട് റിസൾട്ട് ഇന്നതാണ്, ദിസ് ഇസ് ഗോയിങ് ടു കം എന്നുള്ള രൂപത്തിലുള്ള റിസൾട്ട്സും അത് ഡോക്ടേഴ്സ് അനലൈസ് ചെയ്യുക. അതായത് ഡോക്ടർ പ്ലസ് എ മെഷീൻ കൊളാബറേഷൻ എവരിവർ ഇൻ എഞ്ചിനീയറിംഗ്, മെഡിസിൻ, എവരിവർ ഇറ്റ് ഈസ് ദർ. ലോജിസ്റ്റിക്സിലാണെങ്കിലുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ മനുഷ്യൻ്റെ സ്കില്ല് ഇവിടെ വേണ്ടത് നമുക്ക് ഇമാജിനേഷൻ കപ്പാസിറ്റി നല്ലോണം ഉണ്ട്. അത്ര ഒരിക്കലും മെഷീൻസിന് ഇതുവരെ അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് നമുക്ക് വേണ്ട ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളിവിടെ നമ്മുടെ കോൺട്രിബ്യൂഷനായിട്ട് കൊടുക്കുന്നത്.